ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പാത്തുവാണേ. അപ്പം കഴിഞ്ഞ വീഡിയോ മോളുടെ കാതുകുത്തലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പം അതിൻ്റെ തലേ ദിവസം തന്നെയായിരുന്നു മോളുടെ ബർത്ത്ഡേ വരുന്ന ദിവസം. അപ്പം അത് രണ്ടും കൂടെ ഒരുമിച്ച് നടത്താമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ആ തീരുമാനം മാറ്റിയിട്ട് നമ്മൾ വേറെ ആക്കാമെന്ന് കരുതി അങ്ങനെ നടത്തുവാണ് കേട്ടോ ചെയ്തത്. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് മോളുടെ ബർത്ത്ഡേയുടെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ച് നടത്താമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെയാണ് മുകളിൽ ഒരു ഹൗസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആളുടെ ഇക്കാൻ്റെ ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിലെ വർക്ക് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചൊക്കെ ബാക്കിയുണ്ട്. അപ്പം പണി സാധനങ്ങളൊക്കെ ആയിട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങളവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തത്, നമുക്കിവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് പ്രോഗ്രാം നടത്താമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂറത്തെ തീരുമാനത്തിലാണ് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, അത്യാവശ്യം നല്ല എന്താ പറയുക, വലിച്ചു വാരിയിട്ട് പണി നടക്കുന്ന സൈറ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റേതായ എല്ലാ കച്ചറകളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഈ രണ്ട് സൈഡിലോട്ട് നമ്മളുടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് ചെറിയൊരു ഭാഗം മാത്രമാണ് നീറ്റാക്കി എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മളവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ബാക്കിലൊക്കെ അറേഞ്ച് ചെയ്ത്, പിന്നെ ഓൾറെഡി നമ്മൾ ഇൻറ്റീരിയറൊക്കെ ആൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഏറെക്കുറെ ചെയ്തിട്ടുണ്ടായത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും കൂടെ വരുമ്പം എല്ലാം കൂടെ സെറ്റായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി കേക്കൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്കും മോനിക്കും നറൂട്ടോൻ്റെ കേക്കാണ് വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ ഓർഡർ ആക്കിയത്. രണ്ടുപേരും ഈ കാർട്ടൂണിൻ്റെ ആൾക്കാരാണ്. അപ്പം ഇക്കാക്ക് എന്താണോ ഇഷ്ടം അത് തന്നെയാണ് ആളുടെ ഇഷ്ടം കേട്ടോ. ഇക്കാക്ക് എന്ത് കാർട്ടൂണാണോ കാണുന്നത് അത് തന്നെയാണ് മോളും കാണാറ്. അങ്ങനെ ഏത് കാർട്ടൂണാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ആൾ നറൂട്ടോ ആണ് ഇഷ്ടം, ക്യാരക്ടറിൻ്റെ പേര് ചോദിച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ആ ഒരു തീമിലുള്ള കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വന്ന് നമ്മളതൊക്കെ സെറ്റാക്കി ആ സമയത്ത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് താഴെ പോയിട്ട് മോളെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് കാര്യമായിട്ട് ആരെയും ഒന്നും വിളിച്ചിട്ടുണ്ടായില്ല, നമ്മളുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നെയ്ബറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെന്താ ജ്യേഷ്ഠനെയും വിളിച്ചിട്ടുണ്ടായി, ഇക്കാക്കാനെ താത്താനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവരെ കുറച്ച് വരാൻ വൈകിപ്പോയി, ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞങ്ങൾ ആ സമയം കൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം ഒറ്റയ്ക്ക് സെറ്റാക്കിയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും എല്ലാവരും എത്തി. ഉമ്മയും വാപ്പയൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട് പുറത്ത്, മുകളിലായതുകൊണ്ട് നമുക്ക് അത്ര ചൂടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പുറത്ത് ഓപ്പൺ ആണല്ലോ, നമ്മൾ ഡോറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആളെണ്ണം കൂടിയാലും അത്യാവശ്യം നല്ല തണുത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. മുകളിൽ നല്ല കാറ്റൊക്കെ കയറുന്ന കാരണം കൊണ്ട് നല്ലൊരു ഫീൽ ഗുഡായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതാ അപ്പാടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് കേക്ക് മധുരന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് പീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ എടുക്കാൻ ആലോചിക്കും, നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലെ വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കാനൊന്നും ആരും ഉണ്ടായിട്ടൊന്നുമില്ല. ചെയ്ത് കൊടുക്കുക, അതുപോലെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ചെറിയ ചെറിയ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഗിഫ്റ്റായാലും അവർക്കത് കൊടുക്കുമ്പോഴും അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ
കുട്ടിയാണ് കേട്ടോ. യൂണിഫോം വേഷത്തിലാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം മോൻ്റെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെന്താ, ഇതിന് മുന്നേ ഞാനിട്ടുണ്ടായൊരു വീഡിയോയിൽ ഞാൻ കൂടുതലും കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വീഡിയോസാണ് കൂടുതൽ ഇടുന്നത്. ഞാൻ